നമസ്കാരം. എല്ലാ ആഴ്ചകളിലും സി പി എംകാർ കാത്തിരിക്കുന്ന നിമിഷം എന്താണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ മന്ത്രിസഭാ മീറ്റിംഗ് കഴിയുമ്പോൾ അദ്ദേഹത്തെ ശരിയാക്കാൻ വേണ്ടിയുള്ള പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനത്തിൽ കൈരളി ദേശാഭിമാനി മാപ്രകൾ അവിടെ വി ഡി സതീശനെ ചോദ്യം ചെയ്യാനെത്തും. അതോടുകൂടി വി ഡി സതീശൻ്റെ എല്ലാ ഇമേജും തകർത്ത് കളയാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വരാറുള്ളതെങ്കിലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിന്നീട് വി ഡി സതീശൻ കത്തിപ്പടർന്ന് സ്റ്റാറായി മാറാറുള്ളത്. അത് ഓരോ പത്രസമ്മേളനം കഴിയുന്നവർ അദ്ദേഹത്തിന് മാറ്റ് കൂട്ടി വരികയല്ലാതെ അദ്ദേഹം എവിടെയെങ്കിലും കുറഞ്ഞതായി കണ്ടിട്ടില്ല. മന്ത്രിസഭ മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് മുതൽ എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന മന്ത്രിസഭാ മീറ്റിങ്ങിന് ശേഷമുള്ള പത്രസമ്മേളനമാണ് ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണുന്നത്. അതിന് കാരണം അതിനിടയിൽ നടത്തുന്ന സി പി എംകാരും അവരുടെ ശിങ്കടികളും സൈബർ കമ്മികളും നടത്തുന്ന വൻ പ്രചരണത്തിന് അന്ത്യം കുറിക്കുന്നത് അന്നായിരിക്കും. അന്ന് വി ഡി സതീശൻ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ കേട്ട് അന്തം വിട്ട് ഈ സി പി എംകാർ തലയിൽ മുണ്ടിട്ട് ഓടുന്ന രംഗമാണ് നമ്മൾ കാണാറുള്ളത്. ഇത്തവണ വലിയ 2-3 ബോംബുകളുമായിട്ടാണ് ഇത്തവണ കമ്മികൾ കാത്തിരുന്നത്. ഒന്ന്, MDMA പിടിക്കപ്പെട്ട ഒരാൾ വി ഡി സതീശൻ്റെ കൂടെയുള്ള ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ഉള്ള വീഡിയോയും എല്ലാം വൻതോതിലാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. കമ്മികൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പ്രചരിപ്പിക്കാനില്ല. ഇതോടുകൂടിയിട്ട് മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ ആസ്ഥാന നായകൻ വി ഡി സതീശനാണ് എന്നുള്ള രൂപത്തിലുള്ള പ്രചരണവും ശക്തിപ്പെട്ടു. ദൃശ്യ മാധ്യമങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വൻ പ്രചരണമായിരുന്നു കമ്മികളുടെ ഈ പ്രചരണം. MV ഗോവിന്ദൻ തന്നെ നേരിട്ട് വന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ പത്രസമ്മേളനം തന്നെ നടത്തി. അവസാനം ഇതിൻ്റെ ആയുസ് ഏതുവരെയാണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ്റെ മന്ത്രിസഭാ മീറ്റിംഗ് കഴിഞ്ഞുള്ള പത്രസമ്മേളനം വരെയാണ് ഇതിൻ്റെ ആയുസ്. ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ഒരു വിവാദമുണ്ടായിരുന്നു. ഇന്നലെ ഏതോ ഒരു വനിതാ മാധ്യമ പ്രവർത്തക, ഇവിടെ ഒന്നല്ല കാനഡയുള്ള മാധ്യമ പ്രവർത്തക, വി ഡി സതീശൻ മുങ്ങിപ്പോയോ എന്ന് ചോദിച്ചിരുന്നു. ഇന്നലെ പത്രസമ്മേളനം ഇല്ലാത്ത കണ്ടിട്ട് ഇന്നലെ കറുത്തവാവാണെന്നും മന്ത്രിസഭാ യോഗം ഇല്ലെന്നും അറിയാത്തത് കൊണ്ട്, വിവരമില്ലാത്തത് കൊണ്ട് അവരോട് നമുക്ക് സഹതപിക്കാം. ഇന്ന് പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? പിണറായി വിജയൻ നടത്തുന്ന പോലെയുള്ള പത്രസമ്മേളനമല്ല. ആർക്ക് വേണേൽ ചോദ്യം ചോദിക്കാം. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാൻ കഴിവുള്ള ആരറിയോ? കൈരളിയുടെ ചാനലിൻ്റെയും ദേശാഭിമാനി പത്രത്തിൻ്റെ ആൾക്കാർക്കാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക. അവരെന്തെങ്കിലും കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ലേ വി ഡി സതീശന് കൃത്യമായി സത്യസന്ധമായി മറുപടി പറയാൻ പറ്റുക. ഈ അടുത്ത കാലത്ത് വി ഡി സതീശനുമായി ഞാൻ ഒരിക്കലും ഒരു ഫോൺ സംഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞുള്ള കാര്യം, സത്യമായി പറഞ്ഞാൽ അതോടെ തീരും എല്ലാ പ്രശ്നവും. എന്നെ സംബന്ധിച്ചിടത്തോളം തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, ഞാൻ സുതാര്യമായിരിക്കും എന്ന് അദ്ദേഹം പറയുണ്ടായി. ഇന്ന് ഞാൻ അത് കണ്ടത് അദ്ദേഹം MDMA ബന്ധപ്പെട്ട വലിയ പ്രചരണം, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെയൊക്കെ എല്ലാം ഹെഡാണ് വി ഡി സതീശൻ എന്നുള്ള രൂപത്തിൽ വലിയ പ്രചരണമായിരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞ വാചകം കേട്ടുവെക്കുക അതിനെക്കുറിച്ചിട്ട്. ഇന്നലെ ഈ നിമിഷം വരെ മാപ്രകൾ നടത്തിയ വൻ പ്രചരണമായിരുന്നു. വി ഡി സതീശൻ ഈ മയക്കുമരുന്ന് ലോബിയുമായി ഭയങ്കര ബന്ധമാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുമായിട്ട് അടുത്ത സുഹൃത്ത് ബന്ധമാണ് ഇദ്ദേഹമാണ് എൻ്റെ ആള് എന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തിയത്. ഇന്നലെ അടിച്ച് വീഴ്ത്തിയതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റല്ല, ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരെയും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു
താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അത് അറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടല്ലോ വി.ഡി. സതീശൻ ചെയ്തത് എന്താ? എനിക്ക് അവരെ അറിയാം. കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പെരുമാവൂർ വെച്ച് അവർക്ക് അടി കിട്ടിയപ്പോൾ അവരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു, പിന്നെ അവരെ കാണാൻ പോയിരുന്നു, അതിനുശേഷം അവർ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അതിലെന്താ തെറ്റ്? പക്ഷേ ഈ കാര്യവുമായി എന്നെ ബന്ധപ്പെടുത്തി അതാണ് ഇതെന്ന് പറഞ്ഞ് ഇതാക്കിയാൽ നടക്കില്ല മക്കളെ എന്നാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെയായിരുന്നു പല വീഡിയോകളും, അദ്ദേഹത്തിനെതിരെയുള്ള വീഡിയോകളെല്ലാം മെറ്റ വഴി നീക്കം ചെയ്തു എന്ന് പറയുന്ന പ്രചരണമായിരുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, എന്നെക്കുറിച്ച് നിങ്ങൾ വിമർശിച്ചോ, ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ വിമർശിച്ചോ, ഞാൻ തെറ്റ് തിരുത്തുമെന്നാണ്. അല്ലാതെ പിണറായി വിജയൻ്റെ പോലെ നിങ്ങളാരാ ചോദിക്കാൻ, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ പിടിച്ചകത്താക്കും. എന്നെ എത്ര പ്രാവശ്യം പിടിച്ചകത്താക്കി, ഷാജിസ്കറിയെ എത്ര പ്രാവശ്യം പിടിച്ചകത്താക്കി, KM ഷാജഹാനെ എത്ര പ്രാവശ്യം പിടിച്ചടക്കി, അങ്ങനെ കാണുന്നവരെയൊക്കെ പിടിച്ചകത്താക്കലായിരുന്നില്ലേ പിണറായി വിജയൻ്റെ പണി? വീണ ജോർജിനെ വിമർശിച്ചതിന് അകത്താക്കിയില്ലേ? എന്നോട് ഓഫീസ് റെയ്ഡ് നടത്തുക, അവിടുത്തെ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോവുക, ഇതൊക്കെ ആയിരുന്നില്ലേ പണി? എന്നാൽ ഇപ്പോൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, മെറ്റ വഴി ഞാനൊരു വീഡിയോയും നീക്കം ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് അനുകൂലമായ ചില വീഡിയോകൾ ഞാൻ മെറ്റ വഴിയല്ല പോലീസ് വഴി നീക്കം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഭാഗം ഒന്ന് കേട്ട് നോക്കൂ. മെറ്റ എന്ന് പറയണം ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട്, ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡറെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ, ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ ബോർഡുണ്ട് 3 എണ്ണം. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യോ? മെറ്റ ചെയ്യോ? ചെയ്താൽ അല്ല. പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്ത്. അല്ലല്ല കേൾക്ക്, പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്ത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പം ഇലക്ഷൻ പരാതി കൊടുത്ത് ഞാൻ പരാതി കൊടുത്തില്ലേ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കില്ലേ? പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് പോലീസ് ഉപയോഗിച്ച്. അതിൻ്റെ അത് ഒന്നുമില്ല. യൂണി ലൂക്കോസുമായിട്ട് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു റീഇൻസ്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിലപ്പുറത്തെയുള്ളൊരു എല്ലാവരും കാത്തിരുന്നൊരു കാര്യമാണ് മെസ്സിയുടെ കാര്യം. റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ആ കാര്യം. അതിലൂടെ കോടികൾ തട്ടിപ്പ് നടത്തിയതിൻ്റെയും അതേപോലെ മുൻ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് അതിൽ കടന്നു വന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കൃത്യമായി അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. കൂടി കേട്ട് നോക്കൂ. സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിൻ്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പം ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെൻ്റ്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെൻ്റ് വെക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിൻ്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെൻറ്റും
യഥാർത്ഥത്തിൽ ഇതിൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കേട്ടല്ലോ, അതായത് വെട്ടിവെച്ച് വീഴ്ത്താൻ വന്നവരെ ബോംബിട്ട് തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീശൻ. അവർ തലയിൽ മുണ്ടിട്ട് ഓടുന്ന രംഗമാണ് പിന്നെ കണ്ടിട്ടുള്ളത്. ഇത് എല്ലാ ആഴ്ചയും കാണുന്നതാണ്. ഇത്തവണ കുറച്ച് രസകരമായി പോയി എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത്. നന്ദി, നമസ്കാരം.